കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടിട്ട് കാലിന് സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പട്ടിക്കുട്ടിക്ക് ഇവിടുത്തെ മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഒരു വീൽ ചെയർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈപ്പ് കൊണ്ടുള്ളൊരു വീൽ ചെയർ ആയിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നി ആ നായ്ക്കുട്ടി നടക്കണം കണ്ടപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുളന്തുരുത്തി ഫയർ സ്റ്റേഷന് മുന്നിലാണ്. ആ പട്ടിക്കുട്ടിക്ക് ഇവരിട്ടേക്കുന്ന പേര് മാളു എന്നാണ്. ഇന്ന് മാളുവിൻ്റെ വിശേഷങ്ങൾ മാത്രമല്ല, കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു ഫയർ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ യൂട്യൂബിലും മറ്റു കാര്യങ്ങളായിട്ട് സെർച്ച് ചെയ്ത് എങ്ങനെ ഇത് നടത്തിക്കാന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഉണ്ടാക്കിയൊരു ഉപകരണമാണ്. ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഞങ്ങൾ ചെയ്തെടുത്തതാണ്. അത്ര അപകടം ഉണ്ടായ സാഹചര്യത്തിലും അത് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് അതിന് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളൊരു തോന്നലും അതിങ്ങനെ മൊത്തം ഇങ്ങനെ ഇഴഞ്ഞ് ഇറയത്ത് ഇവിടെയൊക്കെ കൂടി ഇഴഞ്ഞ് നടന്ന് അതിൻ്റെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ശരീരത്തിൽ 1-2 ഭാഗത്തൊക്കെ. അതൊക്കെ ഉണ്ടായി തീരെ മോശമായൊരു കണ്ടീഷനിൽ കിടന്നപ്പോൾ അതിന് നടക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഇതിനെങ്ങനെ നടത്താമെന്നുള്ളൊരു ചിന്ത ഞങ്ങളിവിടെ എല്ലാവരും കൂടി ആലോചിച്ച് അങ്ങനെയാണ് ഇത് ഈ ഒരു ഉപകരണം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സഹായകമായത്. എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും ആഗ്രഹവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആനിമൽ റെസ്ക്യൂ ടീമുകളുണ്ടല്ലോ, അവർക്കാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മെഡിക്കലിയുള്ള കാര്യങ്ങളും കണ്ടീഷനുകളും ഒക്കെ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു ജോലി സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള പരിമിതികളുണ്ട്. ആനിമൽ റെസ്ക്യൂ ടീമുകൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. ഞങ്ങൾക്ക് അതിനെ കൊണ്ടുപോയി പരിപാലിക്കാൻ പറ്റിയാൽ ഞങ്ങൾക്കും വളരെ സന്തോഷമായിരിക്കും. അതിനുവേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. താഴത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവിൻ്റെ ഈ ഭാഗത്തുനിന്ന് താഴത്തേക്ക് ഒരു തളർന്ന പോലെയാണ് കണ്ടത്. ഇവിടെ മുറിവുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതൊക്കെ അതിനുള്ള സ്പ്രേയും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ഞങ്ങൾ വാങ്ങിച്ചത് ചെയ്യുന്നുണ്ട്. സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-2 മരുന്നുകളുണ്ട്, അതൊക്കെ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അതിനെ നല്ല രീതിയിൽ പരിപാലിക്കാനും ഇതിനെ കാര്യങ്ങൾ നോക്കുന്നതായിട്ട് ഇപ്പോൾ അഖിൽ സാറുണ്ട്, പിന്നെ സുരേഷ് എന്ന് പറഞ്ഞ സാറുണ്ട്. അവർ ബാക്കിയുള്ള എല്ലാവരും കൂടി ആണത് ചെയ്യുന്നത്. ഇവരെ കൂടുതൽ അതിനെ കെയർ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ഇവരുൾപ്പെടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെഡിക്കലുള്ള കണ്ടീഷൻ നമുക്കറിയില്ല. ഇപ്പോൾ ഇതിനെ നടക്കാനത് ശ്രമിക്കുന്നത് കൊണ്ട് അതിനുള്ളൊരു സഹായം മാത്രമാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. അത് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളത് നമുക്കും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു മെഡിക്കൽ സപ്പോർട്ട് കിട്ടണം അതിന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. സാർമാരെ നമസ്കാരം. എങ്ങനെ ഈ മാളു ഇത്ര വൈറലായത്? കാരണം എന്താണെന്ന് വെച്ചാൽ തെരുവ് നായ ആയിരുന്നു, അതിനൊരു ഹെൽപ്പായിട്ട് ഒരു വീൽ ചെയർ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായത് സംഭവിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? നമ്മളുടെ ഇവിടെ സ്റ്റേഷൻ്റെ പ്രദേശത്തായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന 2 നായ്ക്കുട്ടികളായിരുന്നു. അത് ഇവിടെ യാദൃശ്യമായി ഇവിടെ പരിസരങ്ങളിലെല്ലാം നടന്നിരുന്നതാണ്. മിക്കപ്പോഴും അത് നമ്മുടെ സ്റ്റേഷൻ പരിസരത്ത് വന്ന് നിൽക്കുമായിരുന്നു. അത് തീരെ ആരോഗ്യപരമായി ഭയങ്കര മോശമായിട്ടുള്ള ഇതിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ബാക്കി ഉണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങൾ അതിന് കൊടുക്കുമായിരുന്നു. നമ്മളിവിടെ വളർത്തിക്കൊണ്ടിരുന്നതല്ല, നമ്മൾ വന്ന് പോയതുകൊണ്ട് നമ്മളങ്ങനെ കൊടുക്കും. അങ്ങനെ അത് ഭക്ഷണം കഴിച്ചത് അത്യാവശ്യം ഏകദേശം ഒരു 7-8 മാസത്തോളമായി. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം കൃത്യമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം ആ 2 നായ്ക്കുട്ടികൾക്കും അറിയാം. അത് ഇവിടെ വരുമായിരുന്നു. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചത് പോകും. അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മുടെ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വണ്ടി ആക്സിഡൻറ്റിൽ ഒരു നായ അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞ് അപ്പുറത്തെ ഒരു ചേട്ടൻ വന്ന് നമ്മളോട് പറയുണ്ടായി. നമ്മൾ അന്നിവിടെ ഞങ്ങളല്ലായിരുന്നു ഡ്യൂട്ടിക്ക്, വേറെ ക്രൂ ആയിരുന്നു. അവർ ഓടി അവിടെ ചെന്നപ്പോൾ അത് ചത്ത് കിടക്കുന്ന പോലെയാണ് കിടന്നിരുന്നത് ആ നായ്ക്കുട്ടി. അപ്പോൾ ഇവർ ചെന്ന് എടുത്തു. എന്തായാലും റോഡിൽ അങ്ങനെ കിടക്കണത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർത്ത് നമ്മളവിടെ നിന്ന് ഒരു ചാക്കുമായിട്ട് ചെന്ന് എടുക്കാൻ ചെന്നപ്പോൾ അതിന് ജീവനുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് അതിനെ അവിടെ ഉപേക്ഷിക്കാനായിട്ടോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനെടുത്ത് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ശേഷം അതിനെ ഭയങ്കരമായിട്ടൊരു പരിക്ക് പറ്റിയതായിട്ട് നമുക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നമ്മുടെ കൂടെ ഉണ്ട് അഖിൽ, അങ്ങനെ അനൂപ് സാർ, അങ്ങനെ മനോജ് സാർ, അങ്ങനെ 1-2 പേരുണ്ട്. അവരെല്ലാവരും കൂടി അത് അതായത് മെഡിക്കലി അതിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിനെയും അതേപോലുള്ള മറ്റ് പല സംഘടനകളെയൊക്കെ അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷേ അവരെ വീഡിയോയും ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അവർ 1-2 സ്ഥലത്ത് അയച്ചു കൊടുത്തു. അതിനുശേഷം അതിനെ ആരും വരുന്നില്ല എന്ന് കണ്ട് ഞങ്ങളതിനെ ഇവിടെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ അതിനെ മെഡിക്കലി ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്ത് സ്പൈനൽ കോഡിന് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ടും പ്ലാസ്റ്റർ ചെയ്യണമെന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് അഡ്വൈസ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ നമ്മളെക്കൊണ്ട് അത് കൂടുതലത് പ്രാക്ടിക്കലായിട്ട് പറ്റാത്തത് കൊണ്ട് ഫസ്റ്റ് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരുന്നു. അത് വാങ്ങിച്ച് നമ്മളതിനെ ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തതിനെ പരിപാലിക്കുന്ന രീതിയിൽ കൊണ്ടു നടക്കുകയായിരുന്നു. അപ്പോഴാണ് അതുകൂടാതെ തന്നെ ഇതിനെ റെസ്ക്യൂ ചെയ്യുന്ന ടീമുകളെ പലരെയും നമ്മൾ ഫോൺ വഴിയും അല്ലാതെയും ഒക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു. എല്ലാവരും ഡീറ്റെയിൽസ് എടുക്കുന്നല്ലാതെ ആരെയും ഇങ്ങോട്ട് നമുക്കത് കണ്ടില്ല. പിന്നീട് അത് ഓരോ ദിവസം ചെല്ലുന്തോറും അതിന് നടക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം അതിൻ്റെ ആ മുൻകാലുകൾ ഉപയോഗിച്ച് അത് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നതായിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അതിൻ്റെ ബാക്കിലെ സൈഡിൽ ഒരഞ്ഞ് പൊട്ടി ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ അതിന് ബാക്കി ഒരു പ്രോബ്ലം ഇല്ല, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് എന്ത് ചെയ്യാന്നുള്ളൊരു ഇവിടെ നമ്മൾ എല്ലാവരും കൂടി ഡ്യൂട്ടിയിലുള്ള ഓരോ ദിവസം ഡ്യൂട്ടിയിലെ ആളുകൾ ഇങ്ങനെ മാറി വരുമല്ലോ.
അങ്ങനെ എന്ത് ചെയ്യാന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ഞങ്ങളൊരു ആലോചന നടത്തി പലരും അതിനെപ്പറ്റി ഇത് ചെയ്ത് അങ്ങനെയാണ് നമ്മളിവിടെ ലീഡിംഗ് ഫയർമാനായ രാജേഷ് സാറുണ്ട്, സാറും അങ്ങനെ 1-2 പേരൊക്കെ കൂടി അത് യൂട്യൂബിലും മറ്റ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത ശേഷം നമുക്ക് അതിന് എന്ത് ചെയ്യാന്നുള്ളതിനെ കണ്ടിട്ട് എനിക്ക് അതിനകത്തൊരു ലിങ്ക് അയച്ചു തന്നിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ലീവിലായിരുന്നു. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കിയപ്പോഴാണ് ഒരു PVC പൈപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആകുമെന്ന് നമുക്കറിയില്ലായിരുന്നു. എന്നാലും നമ്മൾ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ഞാനത് ചെയ്തു. പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഞാൻ അതുമായിട്ട് വന്നു. അതുമേൽ നമ്മളതിനെ ചെയ്ത് കണക്ട് ചെയ്ത് ഞങ്ങളത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് സൗകര്യപ്രദമായി നടക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് തോന്നി. അതിന് കുറച്ച് ബെറ്റർ ആണെന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായി. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും മാനസികമായിട്ട് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. പിന്നീടത് ഞങ്ങൾ പിന്നെ അതിനെ കൂടുതൽ സമയം നടത്തിക്കുക എന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്ക് മെഡിക്കലി നമുക്കത് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മളതിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല അതെങ്ങനെയാകും എന്നുള്ളത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ രാവിലെയും വൈകിട്ടും ഇവിടെ ഡ്യൂട്ടിയിലുള്ള ആളുകൾ മാറി വരുന്നതാണല്ലോ. അപ്പോൾ ഓരോരുത്തർ അതനുസരിച്ച് അവർ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനും കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് നടത്തിക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ കൂടുതൽ നേരം അതിനെ ആ ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടെ അതിനെ നമുക്ക് തുറന്നു വിടാൻ പറ്റില്ല. കാരണം വീണ്ടും ഇത് തൊട്ട് റോഡാണ്, അങ്ങനെയുണ്ട്. വീണ്ടും അത് പോയി കഴിഞ്ഞാൽ അതെ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും അതിനെ റെസ്ക്യൂ ചെയ്യുന്നു, അതിൽ ട്രീറ്റ്മെൻറ്റ് നൽകാൻ പറ്റുന്ന ഇതുമായിട്ട് പറ്റുന്ന ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അതിനൊരു ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ടായിരുന്നു. കാരണം ഈ പൈപ്പിലൊക്കെ ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാൻ പറ്റിയെന്ന് തോന്നുന്നു. അതെ അതെ, വളരെ അത് അഡ്ജസ്റ്റ് ആയി. ഞങ്ങളുടെ ഇവിടേക്ക് കോമ്പൗണ്ടിലേക്ക് നടന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ കഴിക്കാനും ബിസ്ക്കറ്റ് അതുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ വന്ന് കഴിക്കാനുള്ള ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും അത് കുറെ കൂടി ബെറ്റർ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പലരും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നായക്കുട്ടികളാണെങ്കിലും പൂച്ചക്കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് സാറിന് എന്താ പറയാ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പൂച്ചക്കുട്ടിയായാലും നായ്ക്കുട്ടിയായാലും ജീവൻ എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. കാരണം ഞങ്ങളുടെ ഒരു ജോലി തന്നെ അതുമായി കണക്റ്റഡ് ആണ്. ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു നായ്ക്കുട്ടി മാത്രമല്ല, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫയർ സ്റ്റേഷനിലേക്ക് വരുന്ന ഓരോ കോളുകളും ഇപ്പോൾ പൂച്ച, പട്ടി അതേപോലുള്ള സാധനങ്ങളെ പല രീതിയിലും റെസ്ക്യൂ ചെയ്യുന്ന ഇതാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ടാർ വീപ്പയിൽ നിന്ന് 2 പട്ടിക്കുഞ്ഞിനെ എടുക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് എറണാകുളത്താണ്. അതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിതൊരു വലിയൊരു വൈറലാകാനോ വലിയൊരു സംഭവമേ അല്ല. ഞങ്ങൾ സ്വാഭാവികമായി ഇപ്പം ഞാനായിരുന്നാലും ഞങ്ങളുടെ ഈ സ്റ്റേഷനിലുള്ളവരാണെങ്കിലും കേരളത്തിലെ ഏത് ഫയർ സ്റ്റേഷനിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഞങ്ങൾ ഏതൊരു ജീവനും ആ ഒരു രീതിയിൽ വില കൽപ്പിക്കുന്നവരാണ്. അപ്പം ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളിത് സ്ഥിരം ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പം അതിൽ ഞങ്ങൾക്ക് ഒരു ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിലും അത് ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇതെങ്ങനെ വീഡിയോ ഷെയർ ആയി എങ്ങനെയായിരുന്നു? ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ അഖിൽ സാറുണ്ട്, പുള്ളി അദ്ദേഹം ഇതേപോലെ ഞങ്ങളുടെ ഇപ്പോൾ ഓരോ കോളുകൾ പോയാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില വീഡിയോകളൊക്കെ എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് ഞങ്ങളുടെ തന്നെ സ്റ്റേഷൻ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇടുന്നതാണ്. അങ്ങനെ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തതാണ്. ഇതിങ്ങനെ നടക്കണം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു അതിയായ ഒരു സന്തോഷം തോന്നി. ഇത് വളരെ സിമ്പിളായിട്ടൊരു ചെയ്തതാണ്. ഇത് ഇങ്ങനെയൊന്നും വരും എന്നുള്ള രീതിയിലല്ല. അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്നിപ്പോൾ ഡ്യൂട്ടിയിലുള്ളവർ നാളെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും കാണണമല്ലോ. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ചെയ്യാൻ വേണ്ടി ഒരു എഡിറ്റ് ചെയ്ത് ഇത് നടക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ഇട്ടതാണത്. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ പോയി അത് ഈ രീതിയിലായത്. ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ 101 വിളിക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്? ആ ഒരു വെപ്രാളത്തിന്റെ പുറത്ത് ചിലപ്പോൾ സാർ ഇവിടെ തീ പിടിച്ചു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു എന്ന് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ വിളിക്കുന്ന ആൾക്കാർ എത്രത്തോളം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്? നമുക്കൊരു കോള് കിട്ടിക്കഴിഞ്ഞാലേ ആ വിളിക്കുന്ന ആളുടെ ആ ഒരു വിളി അനുസരിച്ച് നമ്മൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ വിളിക്കുന്ന ആളുടെ നമ്മൾ നമ്പർ എഴുതിയെടുക്കും, പേര് എഴുതിയെടുക്കും, ലൊക്കേഷൻ എഴുതിയെടുക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫേക്കായിട്ടുള്ള കോളുകൾ ഒത്തിരി വരാറുണ്ട്. പിന്നെ സ്ഥലത്ത് തീ പിടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്കായിട്ടുള്ള കോളുകളും വരാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളവരെ റീകോൾ ചെയ്യും, തിരിച്ച് വിളിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് വിളിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അവർ പറയണ കറക്റ്റാണെങ്കിൽ നമുക്കറിയാം ഇത് കറക്റ്റ് ഉള്ള സംഭവം എന്ന് തന്നെ. അത് തന്നെ ഒരു കോൾ കിട്ടിക്കഴിഞ്ഞാൽ 20 സെക്കൻഡിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ഇറങ്ങും ഞങ്ങളുടെ ഇവിടെ. എന്നുവെച്ചാൽ കോളിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സ്പോട്ടിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അവിടെ ചെന്നിട്ട് പരമാവധി അവിടുത്തെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കി, ഇപ്പോൾ ഒരു വീട് കത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കടയ്ക്ക് കത്തുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പറമ്പിനാണ് കത്തുപിടിക്കുക. അപ്പം ഒരു പറമ്പ് കത്തുപിടിച്ച് കഴിഞ്ഞാൽ പുല്ല് കത്തുപിടിക്കണ ആ സീരിയസ്നെസ് നമുക്കൊരു വീട് കത്തുപിടിച്ച് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനേതായ സീരിയസ്നെസ് കൊടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. പരമാവധി നമ്മൾ അവിടെ ചെന്നിട്ട്
അവർ എന്തൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അത്രയോ നമ്മൾ നാശനഷ്ടം കുറവാക്കി പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് ഓരോ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോ ഫയർഫോഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു വണ്ടിയായിരിക്കും. അപ്പം ഇപ്പൊ ചിലപ്പോൾ ഇടുങ്ങിയ സ്ഥലത്തേക്കുള്ള റോഡുകളോ അല്ലെങ്കിൽ വീടുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും നിങ്ങൾ അത് ഓപ്പറേറ്റ് ചെയ്യുക? പലപ്പോഴും നമുക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ പറയേണ്ടതുണ്ടോ നമ്മൾ? വണ്ടി കറക്റ്റായിട്ട് സ്പോട്ടിലെത്തുമ്പോൾ നമ്മളെ വിളിച്ചു ചോദിക്കും. ചെറിയ ഇടുങ്ങിയ വഴിയാണെങ്കിൽ നമ്മൾ ചെറിയ വണ്ടി പോകുള്ളൂ, അല്ലെങ്കിൽ വലിയ വണ്ടി പോകുന്ന സ്ഥലമാണെങ്കിൽ വലിയ വണ്ടി പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി വലിയ ഫയറാണെങ്കിൽ നമ്മൾ 2 വണ്ടിയായിട്ട് പോകുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു വണ്ടി കൊണ്ടുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് വെച്ചാൽ ആ കോളിൻ്റെ സീരിയസ്നെസ് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ഫയർ കോളാണെങ്കിൽ പോകുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ചിലയിടത്ത് കുളങ്ങൾ അല്ലെങ്കിൽ പുഴകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഓപ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം കിട്ടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ വണ്ടിയിലെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും, തീരും. അപ്പോൾ നമ്മളിപ്പോൾ 2 വണ്ടി പോവുകയാണെങ്കിൽ ഒരു വണ്ടി തീരുമ്പോൾ തന്നെ അടുത്ത വണ്ടി അവിടെ ഏറ്റവും കൂടുതൽ വെള്ളം എവിടെയാണ് തൊട്ടടുത്ത് അവൈലബിൾ എന്ന് വെച്ചാൽ അവിടെ നിന്ന് നിറച്ചിട്ട് വന്നിട്ടാണ് പലപ്പോഴും നമ്മൾ ഫാർവേറ്റ് ചെയ്യുന്നത്. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും തൊട്ടടുത്ത് നമുക്ക് വെള്ളം അവൈലബിൾ ആയിട്ട് സ്ഥലങ്ങളുണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ പല സ്ഥലത്തെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി പോലും കയറി ചെല്ലില്ല. അപ്പോൾ നമ്മൾ ചെല്ലണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ഒരു 10-12 ഹോസ്പിറ്റലിനൊക്കെ അവസ്ഥ വരും നമുക്ക് ആ സ്പോട്ടിയിട്ട് എത്താൻ വേണ്ടി. അത് പറമ്പിലൊക്കെ അങ്ങനെ പുല്ല് കൊടുത്ത് ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെന്നിട്ട് നമ്മൾ ഫയർ ബീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ചപ്പ ഒടിച്ച് തല്ലി കിടത്താൻ പറ്റും. ഒരു വീടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പക്ഷേ നമുക്ക് അപ്പം തന്നെ നമുക്ക് അവരുടെ എത്രത്തോളം നഷ്ടമൊക്കെ കുറയ്ക്കാൻ പറ്റും, അവർക്ക് എത്ര ലോസ് കുറയ്ക്കാൻ പറ്റും, അതും കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ഫയർ ഫൈറ്റും ചെയ്യുന്നത്. എത്ര തരത്തിലുള്ള ഫയർ വെഹിക്കിൾസ് ഉണ്ടാവും? ഇപ്പോൾ ഇവിടെ നമുക്ക് 2 വെഹിക്കിൾസ് ഉള്ളു. ഇതിൽ തന്നെ നമ്മൾ ആക്സിഡന്റിന് പോകുന്നുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, ഫയർ ഫൈറ്റ് 2 ഉപയോഗിക്കാൻ പറ്റും. ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കില്ലേ? അല്ല, ആക്സിഡന്റ് പോണത് വരെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ആക്സിഡന്റിന് പോകുന്ന പറയുമ്പോൾ നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ്സ് വേറെയാണ്. നമുക്ക് ഹൈഡ്രോളിക് കട്ടറുണ്ട്, സ്പ്രെഡർ ഉണ്ട്, അതിന് ജനറേറ്റർ ഉണ്ട്. ആ സംഭവം നമ്മൾ വണ്ടിയിൽ തന്നെ നമ്മൾ വെച്ചേക്കാണ്. ഇപ്പോൾ ആക്സിഡന്റ് പോകുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വണ്ടി ആ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ആക്സിഡന്റിന് പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ ആ വണ്ടിയായിട്ടേ പോവുള്ളൂ. ഫയർ കോളാണെങ്കിൽ നമ്മൾ വലിയ ഫയർ ആണെങ്കിൽ 2 വണ്ടി പോകേണ്ടി വരും. ഇപ്പോൾ ആക്സിഡൻറ്റ് കോളെന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും റോൾ കോൾ ഉണ്ട്. നമുക്ക് രാവിലെ 8:45 നമുക്ക് റോൾ കോളാണ്. ആ റോൾ കോളിൽ അന്ന് കയറണ നമ്മൾ സ്ക്രൂവിനെ നിർത്തിയിട്ട് നമ്മൾ ഈ എല്ലാ വണ്ടിയിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാം ചെക്ക് ചെയ്യും രാവിലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മൾ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് എപ്പോഴും വെക്കും. കാരണം എപ്പോഴും നമ്മൾ അലർട്ടായിട്ട് ഇരിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ എന്നുള്ള ആ ഒരു റെസ്പോണ്ട് വേറെ തരത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 8:45 റോൾ കോൾ സമയത്ത് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ട് സജ്ജരായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഒരു ഡൈവിംഗ് ടീം ഉണ്ട് എന്നുള്ളത് കുറച്ച് പേർക്ക് അറിയുണ്ടാവുള്ളൂ. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ഇപ്പോൾ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർഫോഴ്സിന് അങ്ങനെ ഒരു സ്കൂബ ടീം എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു ടീം എറണാകുളം ബേസ് ചെയ്തുണ്ട്. ഇപ്പോൾ ഒരു 100-150 താഴ്ച വരെ അവർ മുങ്ങി ബോഡി ആണെങ്കിലും റെസ്ക്യൂ ചെയ്യണ ടീമുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ നമ്മുടെ ശാസ്ത്രമോളിൽ മണിയുടെ അങ്ങനെയൊക്കെയുള്ള മടകളിൽ പോയിട്ട് അവർക്ക് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയാർ DFO സാറ് ഹരിസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധിയാർ ബേസ് ചെയ്തിട്ട് നമുക്കൊരു വളരെ മികച്ച ഒരു സ്കൂബ ടീമുണ്ട്. അപ്പോൾ വെള്ളത്തിൽ പോണ കേസ് കെട്ടിന് അപ്പം തന്നെ നമ്മൾ അവർ അറിയിച്ചിട്ടേ പോകുള്ളൂ. ഒത്തിരി റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇവിടെ വെള്ളത്തിൽ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ താന്നു പോകുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മാക്സിമം താന്നു പോയി 5 മിനിറ്റിനുള്ളിൽ ആൾ മരിക്കും എന്നുള്ള ഉറപ്പുണ്ട്. എന്നാലേ ബോഡി എടുക്കണമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ നല്ലൊരു ടീമായിട്ട് നമ്മുടെ സ്കൂബ ടീം ഇപ്പോൾ ഫയർഫോഴ്സിൽ ഇവിടെ മാത്രമല്ല ഓരോ മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ ഇത്ര നാളത്തെ ഒരു സർവീസിൽ സാറിന് എന്തെങ്കിലും മറക്കാനാവാത്ത സന്ദർഭങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത ഒത്തിരി സന്ദർഭമുണ്ട്. കാരണം ഓരോ ഫയർ കോള്, ആക്സിഡന്റ് കോള്, അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടെങ്കിൽ? പുതുക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവിടെ തന്നെ നമ്മുടെ ഈ ഇഷ്ടിയാക്കളമുണ്ട്. ഇഷ്ടിയാക്കളത്തിൽ മൊത്തം മണ്ണെടുത്തിട്ട് ഈ മേളിൽ ഈ മുത വന്ന് മൂടിക്കിടക്കുമായിരിക്കും. അപ്പം നമുക്ക് അവിടെ അങ്ങനെ ഒരു കുളമുണ്ടെന്ന് പോലും ഒരു ഏരിയ നിറച്ചൊരു വലിയതാണ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല നമുക്ക്. മേളിലിങ്ങനെ മൂടിക്കിടക്കുന്ന കാരണം കൊണ്ട് ഈ റോഡ് സൈഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഒരു 3 മണിക്ക് ഒരു കോള് കിട്ടുകയാണ്. ഒരു ടീം ഒരു വാഹനത്തോടു കൂടി വെള്ളത്തിൽ പോയിട്ടുണ്ടെന്നൊരു ഇത് കിട്ടി. ഞങ്ങളപ്പോൾ തന്നെ അവിടുന്ന് പുറപ്പെട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മൾക്ക് ആപ്പാടെ ഈ വണ്ടി അങ്ങോട്ട് താഴ്ന്നു പോയിട്ട് ഇത് മേളിൽ ഇത് വന്ന് മൂടി കിടക്കുകയാണ്. അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പോലെ നമുക്കറിയത്തില്ല. അപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെ ക്രൂകൾ ഇറങ്ങിയിട്ട് ഈ മേളിൽ കിടക്കണ മൊത്തം മാറ്റി നോക്കിയപ്പോഴത്തേക്കും വണ്ടി കുത്തി ഇങ്ങനെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുവാണ്. അപ്പോൾ അവർ പാലക്കാടുള്ള ടീമാണ്. അവർ വിദേശത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്ന വഴിക്കാണ് സംഭവം.
എന്തോ ഭാഗ്യത്തിന് അവിടെ ആരോ ഒരാൾ കണ്ടതുകൊണ്ട് മാത്രമാണ് അത് അറിഞ്ഞത്. ഞങ്ങളപ്പോൾ തന്നെ ഞങ്ങളുടെ റോപ്പ് കൊണ്ട് കെട്ടി വലിച്ച് പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ ഞങ്ങളപ്പോൾ തന്നെ ഹിറ്റാച്ചി വിളിച്ചിട്ട് ഹിറ്റാച്ചിൽ കയറി കെട്ടി വലിച്ചിങ്ങനെ പൊക്കിയെടുത്തപ്പോഴത്തേക്ക് പയ്യെ വന്നപ്പോഴത്തേക്ക് അതിന് ഉള്ളിൽ അനക്കമൊക്കെ കേൾക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ജീവനുണ്ട് ആൾക്കാർക്ക്, നമുക്ക് എത്രയും വേഗം റെസ്ക്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡോറ് വലിച്ച് പൊളിച്ച് എടുത്തപ്പോഴത്തേക്കും ഒരാൾ മാത്രമല്ല രക്ഷപ്പെട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 പേരുണ്ടായിരുന്നു. 8 പേരിൽ ഒരു പയ്യൻ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി ഞങ്ങൾ അതിൽ 5 ബോഡിയായിരുന്നു കിടന്നിരുന്നത്. 5 ബോഡി എടുത്തു. ഈ പയ്യനെ റെസ്ക്യൂ ചെയ്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരു 1.5 മണിക്കൂർ പ്രയത്നിച്ചിട്ടാണ് ഈ ബോഡി എല്ലാം എടുത്തത്. കൊച്ചു കുട്ടിവരെ ഉണ്ടായിരുന്നതിൽ. ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യന് ബോധം വീണപ്പോൾ പറഞ്ഞ് 2 പേരോട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ 2 പേരോട് കിട്ടാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ സ്കൂബ ടീമും കൊണ്ട് വന്നു. സ്കൂബ ടീം കൂടി വന്നിട്ട് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽഭാഗം മുഖവന്ന് മൂടിയാണെങ്കിൽ അടിഭാഗം ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന ഡ്രൈവറും ഒരു പ്രായമായ ആളുമായിരുന്നു. അവർ ഈ ഫ്രണ്ടിലത്തെ ഗ്ലാസ് കാത്തി വെച്ചിരുന്ന കാരണം വണ്ടി വെള്ളത്തിൽ താന്നപ്പോഴത്തേക്ക് അവർ അതിലേക്ക് പുറത്തിയാടി കഴിഞ്ഞിട്ട് ഇവർക്ക് എങ്ങും പൊങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലായോ? വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ തന്നെ അവർ പോയിക്കൊണ്ടിരുന്ന ഒത്തിരി ദൂരം കുറേ ദൂരം ചെന്നപ്പോൾ ശ്വാസം മുട്ടി അവർ മരിച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് JCB കൊണ്ടുവന്നിട്ട് വലിച്ച് എടുത്തപ്പോഴത്തേക്ക് 2 ബോഡിയും കിട്ടി. അപ്പോൾ അതിൽ അന്നേരം എൻ്റെ മോളുടെ പ്രായമുള്ളൊരു കുട്ടി അതിലുണ്ടായിരുന്നു. ഒരു 10 വയസ്സുള്ളൊരു കുട്ടി രക്ഷപ്പെട്ട്. പിന്നെ ഒരു 5 ബോഡിയും കൂടെ ഉണ്ടായിരുന്നു. അത് ഈ സർവീസിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു. ഈ ഫയർഫോഴ്സിലൊക്കെ കൂടുതൽ ആണുങ്ങളാണ് കാണാറുള്ളത്. ഇപ്പൊ പെൺകുട്ടികൾ അതിന് കൂടുതൽ രംഗത്തേക്ക് വരാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ പെൺകുട്ടികൾ വന്നിട്ടുണ്ട്, പക്ഷെ വളരെ കുറവാണല്ലോ. വളരെ കുറവെന്ന് വെച്ചാൽ ആദ്യത്തെ ബാച്ച് 100 പേരെയാണ് എടുത്തത്. അതിൽ 82 പേര് ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എറണാകുളത്താണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ കൂടെ അവിടെ ഇരുന്നിട്ട് തൃശ്ശൂർ അക്കാദമിയിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എറണാകുളം ഗാന്ധിയാറിലായിരുന്നു അവർക്ക് ട്രെയിനിങ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഞങ്ങളുടെ കൂടെ ട്രെയിനിങ് സമയത്ത് വന്ന എല്ലാ കോളുകളും ആളുകളെ പോലെ തന്നെ എല്ലാ കാലം ഇവിടെ ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. ഒന്നിനും അവർ പുറകോട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവാണ്.